വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാനും ഇല്ലല്ലോ. ഇന്ന് വരാന്ന് തന്നെ പോലും പറഞ്ഞിരുന്നു. നിങ്ങളെന്താ അവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്നത്? ആ, ജമീൽ താത്ത വരാന്ന് ഇന്ന് പറഞ്ഞീന്നേ. ഓലെ കാണാനില്ലേ, ഞാൻ ഓലെ നോക്കിയിരിക്കായിരുന്നു. ഓല് വരാനൊന്നും പോണില്ല. ഇജ്ജ് പെണ്ണ എന്റെ കരുനാവടുത്തൊന്നും വളക്കാതിരിക്കും. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിച്ചിട്ട് ഞാന് ഇപ്പളെ പെണ്ണിന്റെ ഒരു കൊഞ്ചല്. നിങ്ങളെ ഫോണത് അടിക്കണ്. അടുത്തന്നെ പോയിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇനി വരാതായിട്ട് ഇരിക്കണോ? എന്താ ജമീൽ താത്തയോ? കാട്ട്. ജമീൽ താത്തയാണ്. ഹലോ. ഞാൻ നിങ്ങളെ കാണാനില്ലായിട്ട് നിങ്ങൾക്കൊന്ന് വിളിച്ചാലോന്ന് വിചാരിച്ച്. നാലാമത്തെ പേരന്നെ, കുറച്ച് ഉള്ളിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. കള്ളനെ കെട്ടിയെടുക്കണ്ടപ്പോ കൊണ്ട്. പെണ്ണിവിടെ ഉണ്ട്. ഓൾക്ക് ക്ലാസ് ഇല്ലെന്ന്. ആയിക്കോട്ടെ എന്നാ. വേഗം വരിന്നാല്. ശരി. ജമീൽ താത്ത ഇവിടെ എത്താനായിക്കണ്. ഇജ്ജ് പോയിട്ട് തുള്ളി വെള്ളം എന്തെങ്കിലും കലക്കി ചൂട്ടാ. എനിക്കൊന്നും വെച്ചമ്മ. പെണ്ണെ ഞാൻ പറഞ്ഞു വെച്ചാൽ കേട്ടോണ്ടൂട്ടോ. വേഗം പോയി ചെല്ലി. ഇപ്പൊ ഇതിൽ കൂടെ ആണ് കടക്കാം. അല്ലപ്പൊ എന്താ ചെയ്യ? വജ്ജും തെറ്റി. ഇവിടെ ആടില്ലേ? ഇവിടെ ആരും ഇല്ലേ? കേറി ശരി ഇരിക്കാണ്ട്. എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ? സുഖമായിട്ട് പോണു, കൊഴപ്പൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണാനില്ലായിട്ട് ഒന്ന് ബേജാറായി. എന്താണാവോ വരാത്ത വിചാരിച്ചേ. അപ്പളാ നിങ്ങള് വിളിച്ചത്. ഏതാ പേരാന്ന് ചോദിച്ചിങ്ങാണ്ട്. നിങ്ങക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയില്ലല്ലേ? ഞാനേ പേര മനസ്സിലാവായിട്ട് കൊറേ ആട് ചുറ്റി. പിന്നെ എന്റെ പേരന്റെ ബാക്ക് കൂടെ ഞാൻ വന്നത്. ഞാൻ അവിടുന്ന് നാലാമത്തെ പേരെ നോക്കിയത്. ഈ വജ്ജാണെങ്കി അറിയില്ല. കൊറേ കാലായില്ലടി ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ മറന്നിക്കണ്. പിന്നെ ഇപ്പടുത്ത് നമ്മള് കണ്ടത് കടയെന്നല്ലേ. അപ്പോഴല്ല ഇപ്പൊ ഈ കല്യാണക്കാരൻ പറഞ്ഞതൊക്കെ. എന്നിട്ട് പെണ്ണ് എവിടെ ഇല്ലേ? പെണ്ണത് അവിടെ അകത്തുണ്ട്. ലുബിയെ, എടി ഇങ്ങോട്ട് വായോ. ഓൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അറിയാലോ, ആദ്യത്തെ കല്യാണം കഴിഞ്ഞത്. അതിന്റെ ശേഷം പെണ്ണിന് കല്യാണം തന്നെ വേണ്ടാന്ന് പറഞ്ഞ് നിക്കാണ്. എന്താപ്പൊ കാട്ടുക? എന്റെ കാലം കഴിഞ്ഞാൽ ഓൾക്കും വേണ്ട ഒരു ജീവിതമൊക്കെ വിചാരിച്ചിട്ടാണ്. പെണ്ണ് സമ്മതിച്ചിട്ടൊന്നും ഇല്ല ഇതുവരെ ആയിട്ടും. പിന്നെ എന്റെ ഒരു നിർബന്ധത്തിന് ഞാൻ പുടിച്ചു നിർത്തിയത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഓളോളെ കൂട്ടുകാഴ്ചയോർക്ക് പോവാണ് പറഞ്ഞ് നിക്കേന്ന്. ഞാൻ വേണ്ടാറിഞ്ഞിട്ട് പുടിച്ചു നിർത്തിയത് അവിടെ. ഒക്കെ ശരിയാവൂടി, ഇജ്ജ് ഒന്നുകൊണ്ടും ബേജാറാവണ്ട. ഒക്കെ ഈ കല്യാണത്തോടൊക്കെ റെഡിയാവും. തലക്ക് കെട്ടിയെടുക്കാൻ കണ്ട സമയം വിചാരിച്ചോ വരൂരാന്ന്. ഇങ്ങനെ എത്രോട്ടം ഇറക്കി കൊണ്ടുകൊടുക്കേണ്ടിയിരുന്നോ? അവിടെ കൊടുക്കേ, കുടിക്കേ. പിന്നെ ഒരു കാര്യം കൂടി ഓൾക്ക് പറയണമെന്നുണ്ട്. ഓളിപ്പോ പഠിക്കുകയാണല്ലോ. അപ്പൊ ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട് പഠിപ്പൊക്കെ. അത് കഴിഞ്ഞാ പിന്നെ ജോലിക്ക് കേറാം. അതിന് ഓൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് ഓള് സമ്മതിക്കും. ചെക്കൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ.
ഓനക്ക് അതൊക്കെ സമ്മതാണേനും ഒരു കാര്യത്തോടും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ആരോടേലും പറയാണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. ഓല് ഇനി ഒന്ന് വന്ന് കണ്ടു പോയിക്കോട്ടെ. എന്തായാലും ഓൻ കണ്ടിട്ടില്ലല്ലോ, ഓൻ ആ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഓൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്നാ അത്രയും നല്ലതാണ്. പിന്നെ ഇക്കിപ്പൊ പറയാനായിട്ട് ഇപ്പൊ എന്റെ ആങ്ങളെ മാത്രല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ 2 മക്കളേനൂന്ന്. പിന്നെ ബാക്കിയുള്ള കുടുംബങ്ങളൊന്നും അങ്ങനെ ആരും വരലൊന്നുമില്ല. ഇവളെപ്പ മരിച്ചതിന്റെ ശേഷം ഓലെ പെരക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇക്കിപ്പൊ പറയാനെന്ന് അറിയാൻ എന്റെ ആങ്ങളിനോട് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഓന് വരുമ്പോത്തിന് ആങ്ങളിനോടൊന്ന് പറയണം. ചെക്ക എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഓളെ കാണാൻ വരും. കണ്ടിട്ട് ഓനക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓൻ പോയിക്കോട്ടെ. ഓനക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ എങ്ങനെയായാലും ഇഷ്ടായിക്കണ്. ഇപ്പൊ നേരിട്ടൊന്ന് വന്ന് കണ്ടോട്ടെ, അതല്ല ഇപ്പൊ അതിന്റെ വീതിയൊക്കെ. അപ്പൊ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഓൻ വരും. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ട്. ഞാനായിട്ട് പോട്ടെട്ടാ. ഞാൻ വേറൊരു പെരയിലും കൂടി കേറാണ്ട്. ഓൽക്കും ഇതേപോലെ ഒരു കല്യാണാലോചന പറയും ചെയ്തിക്കണ്. എന്നാ ആയിക്കോട്ടെ, ഞാൻ വിളിക്കണ്ട്. ശരി, എന്നായിക്കോട്ടെ. ഇപ്പളാ ഒന്ന് സമാധാനായത്. എന്താ എന്റെ മോകം ഇങ്ങനെ കടന്നലുത്തിയ പോലെ? ഒരാള് മുന്നിൽ വന്ന് നിന്നാലും അങ്ങനെ തന്നെ നിക്കണം ജി. നിങ്ങൾക്കിപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കണോണ്ടല്ലേ പ്രശ്നം. ഞാനിവിടെ നിങ്ങൾക്കൊരു ഭാരമാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങി പോയിക്കോളാം. നിങ്ങൾക്കൊക്കെ അതല്ലേ വേണ്ടത്. ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. എനിക്കൊന്നും കേക്കണ്ട ഈ പറയണത്. ഇജ്ജ് ഇതിന് സമ്മതിച്ചെന്നെ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇജ്ജ് ഉമ്മാനെ ജീവനോടെ കാണൂല, അത്ര തന്നെ. അനക്കും വേണ്ടിട്ട് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് അന്നെ നല്ലൊരു രീതിയിൽ ഞാൻ കെട്ടിച്ച് പറഞ്ഞയച്ചു. ഓൻ മരിച്ചു. അത് സംഭവമൊക്കെ ശരി തന്നെയാണ്. മരണം ഇപ്പൊ ഏതൊരു മനുഷ്യനും വേഗം സംഭവിക്കണേനെയാണ്. പക്ഷെ എന്റെ ജീവിതം കൂടിക്ക് നോക്കണം. ഓൻ മരിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് അന്നെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? ആകെ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 ആളും കൂടി ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞ പെണ്ണിന് മനസ്സിലാവൂല. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. ഇജ്ജ് ഇതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളയും. ഇങ്ങനെ പോയ ഇനി കല്യാണത്തിന് ഞാൻ സമ്മതിക്കന്നെ വേണ്ടി വരും. ഇമ്മ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യ? നിന്റെ ഫോണ് വലിയൊന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റും? വിളിച്ചോ? സാനാണല്ലോ. ഹലോ ഹലോ, എന്താ മോളെ ഒരു വിവരമില്ലല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ലടി. എന്താണ് സൗണ്ടൊക്കെ ഒരുമാതിരി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇമ്മ ഇവിടെ കല്യാണാലോചന നടത്തുന്നുണ്ട്. ഇന്നിപ്പോ ബ്രോക്കർ വന്ന് പോയിന്ന്. ഞാനതിന് സമ്മതിക്കണം എന്നമ്മ പറയണത്. എന്താ കാട്ടണ്ടെന്നൊക്കെ ഒരു ഐഡിയ ഇല്ലടി. എന്റെ അവസ്ഥ ഒക്കെ പണക്കൊക്കെ അറിയണതല്ലേ. അതന്നെയാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. ഈ കല്യാണത്തിന് സമ്മതിക്കേ. അപ്പൊ ഈ ഒക്കെ ഇപ്പൊ അതന്നെ പറയണില്ലേ? എന്റെ സപ്പോർട്ടായിട്ട് ഒരാളും ഇല്ല. എനിക്ക് എൻ്റെ അവസ്ഥ അറിയാനിട്ടല്ല. ശരി, ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. ശരി, എന്നാ നമുക്ക് നാളെ നേരിട്ട് ബാക്കി സംസാരിക്കാം. ആടി, ആയിക്കോട്ടെ, എന്നാ നാളെ കാണാം. ശരി എന്നാ. ഓക്കെ, എന്നാ ശരി. ഇതിലൊക്കെ ഇപ്പൊ അതന്നെ പറയണത്. ഞാൻ എന്താ കാട്ട്? എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ലിബിയ, ഇജ്ജ് കാക്കാക്കൊന്ന് ഫോൺ അടിച്ചാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. എന്തിനാ അമ്മോനോടൊക്കെ ഇപ്പൊ ഇതൊക്കെ പറയണത്? ഒക്കെ നടന്നതിന്റെ ശേഷം പറഞ്ഞാ പോരെ? അതെങ്ങനെ ശരിയാവുക? കാക്കാട് ഇപ്പൊ പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കില് നമ്മളെല്ലാ കാര്യങ്ങളും കാക്കന്നെല്ലേ നോക്കല്. നമുക്ക് ചെലവിനടക്കം കാക്ക തരലുണ്ട്. പിന്നെ ഓരോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കില് ഓല് ഇന്ന് എന്തിനെങ്കിലും സഹായിക്കോ? പിന്നെ ഇജ്ജ് ഇങ്ങോട്ട് അടിച്ചു കാട്ടെ. ഇതാ അടിക്കുന്നുണ്ട്.
ഉണ്ടല്ലോ. ഹലോ. ആ കൊറേ ആയല്ലോ വിളിച്ചിട്ട്. എവിടെയായിരുന്നു? ഞാനിപ്പോ എങ്ങനെ ഇപ്പൊ എപ്പോഴെപ്പോഴും വിളിക്കാച്ചിട്ടാ. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് ലുബിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പൊ ചെക്കൻ ഗൾഫിലാണ് എന്നാ പറഞ്ഞത്. ഓന്റെ കല്യാണം ആദ്യത്തെ കഴിഞ്ഞിട്ട് എന്തോ പെണ്ണെന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തന്നെ പോയതാ അത്ര. കുട്ടികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യണ്ടെന്ന് അറിയാൻ വേണ്ടീട്ടേ. അതെ. ആ നല്ലതാണെങ്കിൽ നമുക്ക് നടത്താലോ. ആ വയസ്സിന്റെ കാര്യം ആലോചിച്ചിട്ടൊന്നും പേടിക്കൊന്നും വേണ്ട. അതിനൊക്കെ ഞാനില്ല ഇവിടെ. അതിന് പെണ്ണ് സമ്മതിക്കണില്ലേ. ഓൾക്ക് ഇപ്പൊ തന്നെ കല്യാണം വേണ്ടാന്ന് ഓള് പറയണത്. ഓള് പഠിക്കാണ്. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ കേക്കണില്ല. എന്താ ഓള് സമ്മതിക്കായി? ഓള് എന്ത് കണ്ടിട്ടാ നിക്കണ്? എന്റെ കാലം കഴിഞ്ഞാല് ഓൾക്ക് പിന്നെ ആരുണ്ടാവുക? ഓളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയേക്കണ്. ഒന്നും ആ പെണ്ണ് അടുക്കണില്ല. നിങ്ങളൊന്ന് വന്നിട്ടൊന്ന് സംസാരിക്കൊണ്ടു. ഇപ്പൊ ബ്രോക്കർ വന്ന് പോയിക്കണ്. ഇനി ചെക്കൻ 2 ദിവസം കഴിഞ്ഞാ വരുന്ന പറഞ്ഞു. ഗൾഫിലാണ്. ഇന്നോ നാളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് എത്തുള്ളൂ അത്ര. ഇനി ഏതായാലും ചെക്കൻ വന്ന് പോട്ടെ. എന്നിട്ട് ഞാൻ വരാം. എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ട് ഓളോട്. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ വിളിക്കൊണ്ടിട്ടോ. പിന്നെ ലോക്ക് പേടില്ലായുള്ളൂ. കാക്ക പറഞ്ഞാലൊക്കെ ഓള് സമ്മതിക്കും. ആരപ്പ ഈ നേരത്തെ വിളിക്കണ്? അത് ഉമ്മായിരുന്നു. അതെന്തിയെ? പെണ്ണിനുണ്ട് അത്ര ഒരു കല്യാണക്കാരൻ വന്നിട്ട്. നല്ലതാണെങ്കി നടത്തി കൊടുക്കാം. ഏതായാലും ഇപ്പൊ ഇല്ലല്ലോ, നമ്മളൊക്കെയല്ലേ വേണ്ടത്. ഓളെ പറഞ്ഞപ്പോ ഓളിപ്പേക്ക് വിളിച്ച് വിവരം പറഞ്ഞതാ. ബ്രോക്കർ വന്ന് കണ്ടു പോയിക്കണെന്ന് പറഞ്ഞു. ചെക്കൻ നാളെ മറ്റന്നാളായിട്ട് വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെക്കൻ വന്ന് കണ്ടു പോട്ടെ, എന്നിട്ടാണ്ട് വരാന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ എന്റെ അഭിപ്രായം? അതെ, നല്ല കാര്യല്ലേ. എന്തായാലും നമുക്ക് നടത്താലോ. അതന്നെ. എന്നാ നമുക്ക് അതുകൊണ്ട് നോക്ക. നല്ലതാണെന്നുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം. എത്ര വെച്ചിട്ട് ഇങ്ങനെ ഇരിക്ക? ഓളെ കാലം കഴിഞ്ഞ പിന്നെ ആരുള്ളത്? ഇജൊന്ന് വിളിച്ചോക്ക്. എന്താ പാടെന്ന് അറിയാലോ.